اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. വളരെ പ്രധാനപ്പെട്ട നമ്മൾ ജാഗ്രതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ചില വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്നത്. ഈ അടുത്ത കുറച്ച് കാലങ്ങളായി നമ്മുടെ കൊച്ചു കേരളത്തിൽ വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്ന ചില ആശയങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഖുലഫാഉർ റാഷിദുകളിൽ പ്രമുഖരായ ഈ മഹത്തുക്കളാകുന്ന ആളുകളെ ഇകഴ്ത്തുകയും ഒന്നാം ഖലീഫയാകേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇവർ മൂന്ന് പേരും ആ ഖിലാഫത്തിൻ്റെ പട്ടം തട്ടിയെടുത്തതാണ് എന്ന ഒരു വ്യാജ പ്രചരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ വളരെ ജാഗ്രതയോടുകൂടെ നിൽക്കേണ്ട ഒരു ഘട്ടമാണ്. കാരണം നമ്മൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അഹ്ലു ബൈത്തിനെയും വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ്. അപ്പം നമ്മളോട് ചിലപ്പോൾ ഈ കാര്യം പറയുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ കേൾക്കുമ്പോൾ അതിൽ ശരിയുണ്ട് എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ബഹുമാനപ്പെട്ട അല്ലാമ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹുവിനെ പോലത്തെ ആളുകളൊക്കെ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ നിലക്കും ഒന്നാം ഖലീഫയാകേണ്ടിയിരുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ് എന്നും അതിൻ്റെ ചില സൂചന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് മഹാന്മാരാകുന്ന ആളുകൾ ഖിലാഫത്ത് തട്ടിയെടുത്തതാണ് എന്ന വാദം ഒരിക്കലും ശരിയല്ല, അത് പ്രമാണബന്ധമല്ല എന്ന് എല്ലാവരും പ്രത്യേകമായി മനസ്സിലാക്കുക. അതോടുകൂടെ തന്നെ മറ്റൊരു വിഷയം കൂടി നമ്മുടെ സമൂഹത്തിൽ വല്ലാതെ പ്രചരിക്കുന്നുണ്ട്. നാലാം ഖലീഫ ആകേണ്ടിയിരുന്നത് മുആവിയ റളിയല്ലാഹു അൻഹു ആണ് എന്നും അത് അലി റളിയല്ലാഹു അൻഹു തട്ടിയെടുത്തതാണ് എന്നും അങ്ങനെയും ചില വാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഒരു അറബി വായിക്കാനും അറബിയുടെ മാന മനസ്സിലാക്കാനും സാധിച്ചു കഴിഞ്ഞാൽ എന്തും എങ്ങനെയും പറയാം എന്ന ഒരു രൂപത്തിലേക്ക് ഇന്ന് സമൂഹം മാറിയിട്ടുണ്ട്. നമ്മളൊക്കെ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ഖൽബ് എന്ന് പറയുന്നത് ഏതിലേക്കും ചായുന്ന ഒന്നാണ്. ചില ആളുകളുടെ പ്രസംഗത്തിൻ്റെ ശൈലി കണ്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ രൂപത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ ജനബാഹുല്യം കണ്ടിട്ട് നമ്മൾ അതിനെ പിന്തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ തന്നെ അപകടത്തിലേക്കാണ് പോവുക. നാലാം ഖലീഫ ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ആണ് എന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എല്ലാ പണ്ഡിതന്മാരും ഏകഭിപ്രായത്തിൽ പറയുന്നൊരു കാര്യമാണ്. അത് മുആവിയ റളിയല്ലാഹു അൻഹുവിനാണ് എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാന വിരുദ്ധമാണ് എന്ന് എല്ലാവരും പ്രത്യേകമായി മനസ്സിലാക്കുക. അതോടുകൂടെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ ഉയർത്തുകയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ലഅനത്ത് ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗം. നഊദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അലി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ, ഞാൻ വിജ്ഞാനത്തിൻ്റെ തോട്ടമാണെങ്കിൽ
അതിലേക്കുള്ള കവാടം അലിയാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അസ്റാറിൻ്റെ എല്ലാ ഇൽമുകളും അലിയാര് തങ്ങൾ വഴിയാണ് ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടത്. ചുരുങ്ങിയ ചില ത്വരീഖത്തുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ തൊറായിക്കുകളും അത് നേരെ ചെന്നുമുട്ടുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. അതിലൊന്നും യാതൊരു സംശയവും ആർക്കുമില്ല. പക്ഷേ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ആ ഘട്ടം മിർഖാത്തി എന്ന് പറയുന്ന കിതാബിലൊക്കെ കാണാം. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്ന കമീസ് ധരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഅറു മുബാറക്ക് തൻ്റെ നാസ്വാദ്വാരത്തിൽ വെച്ച് റസൂലുള്ളാഹിൻ്റെ നഖങ്ങൾ വെട്ടിയെടുത്തതുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അദ്ദേഹം വെച്ചിട്ട് അങ്ങനെ പ്രവാചക പ്രണയത്താൽ വഫാത്തായ ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദുന മുആവിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ഇകഴ്ത്തുന്ന ചില വാർത്തകളും പ്രചരണങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും ചെവി കൊടുക്കരുത് എന്ന് വളരെ വിനയത്തോടുകൂടെ അറിയിക്കുകയാണ്. അതോടുകൂടെ തന്നെ മഹദിയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയല്ല എന്നും അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ ഒരു ശിഷ്യയാണ് എന്നും അങ്ങനെ പല നിലക്കുമുള്ള വാദങ്ങൾ സമൂഹത്തിൽ വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഈമാനിനെ നമ്മൾ നല്ലവണ്ണം സംരക്ഷിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടെ അറിയിക്കുകയാണ്. ഞാൻ ഈ തിജാനി ത്വരീഖത്തിലേക്ക് വസൂലാകുന്ന അതിലേക്ക് ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആധികാരികമായി അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ്, തിജാനി ത്വരീഖത്തിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ വിഷയത്തിനെ കുറിച്ച് തന്നെ പറയാൻ ഞാൻ ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഒരാൾ തിജാനി ത്വരീഖത്ത് തന്നെ സ്വീകരിക്കണമെങ്കിൽ നാലാലൊരു മദ്ഹബ് അദ്ദേഹം സ്വീകരിക്കണം. ഒന്നിരിക്കൽ അദ്ദേഹം ഹനഫി മദ്ഹബുകാരനായിരിക്കണം, അല്ലെങ്കിൽ മാലിക്കി മദ്ഹബുകാരനായിരിക്കണം, അല്ലെങ്കിൽ ഷാഫിഈ മദ്ഹബുകാരനായിരിക്കണം, അല്ലെങ്കിൽ ഹംബലി മദ്ഹബുകാരനായിരിക്കണം. ഈ നാലാലൊരു മദ്ഹബ് സ്വീകരിക്കണം. അതുപോലെ തന്നെ അശ്അരി മാതുരീദി എന്ന് പറയുന്ന വിശ്വാസപരമായ 2 ത്വരീഖത്തുകളുണ്ട്. ആ ത്വരീഖത്തുകളിൽ ഏതെങ്കിലും ഒന്ന് പിൻപറ്റുന്നവരായിരിക്കണം ഓരോ തിജാനികളും എന്ന് വളരെ ഗൗരവത്തോടുകൂടെ ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ പ്രസംഗിക്കുന്ന ഓരോ കാര്യങ്ങളും ഇസ്ലാമിക ശരീഅത്തിനനുസരിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ പുതിയതായി ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഇദ്ദേഹം ആരാണ്, ഇദ്ദേഹം എന്താണ്, ഏത് വഴിയാണ്, എങ്ങനെയുള്ള ആളാണ് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് തൻ്റെ ത്വരീഖത്തിനെ കുറിച്ച്, സിനുഹു, നിങ്ങൾ എൻ്റെ ത്വരീഖത്തിനെ അളന്ന് നിങ്ങൾ നോക്കണം, ബി മീസാനി ശറഈ, ശരീഅത്തിന്റെ തുലാസിലിട്ടിട്ട് നിങ്ങൾ എൻ്റെ ത്വരീഖത്തിനെ നിങ്ങൾ തൂക്കി നോക്കണം. ശരീഅത്തിന്റെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് എതിരായി വരുന്നത് നിങ്ങൾ എൻ്റെ ത്വരീഖത്തിൽ കണ്ടാൽ നിങ്ങൾ അതിനെ ഒഴിവാക്കിക്കോളൂ. അതല്ല എല്ലാതും ശരീഅത്തിന്റെ അതേ രൂപത്തിൽ തന്നെ പോകുന്നതാണ് എന്നും പ്രാമാണിക ബന്ധമായി പോകുന്ന ത്വരീഖത്താണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഫഖുദൂഹു, നിങ്ങൾ അതിനെ മുറുകെ പിടിച്ചോളിമെന്നാണ് ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഈ വിഷയം കൂടി പറയാനുള്ള കാരണം, പല ആളുകളും മെസ്സേജുകളിലൂടെ ഇത് എന്താണ് എന്നും ഏത് വഴിയാണ് എന്നും പല ആളുകളും ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പം ഈ കാലം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ആത്മീയ മേഖല എന്ന് പറയുന്നത് ഒറിജിനലിന് വെല്ലുന്ന വ്യാജന്മാര് വല്ലാതെ പടരുന്ന ഒരു കാലഘട്ടമാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും താബീങ്ങളാകുന്ന ആളുകളും എന്ത് കാണിച്ചു തന്നോ ആ വഴി പിന്തുടർന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്ത പലതും സമൂഹത്തിൽ കണ്ടേക്കാം. നമ്മുടെ മനസ്സിന്, നമ്മളെ യുക്തിക്ക് അനുയോജ്യമല്ലാത്തത് പലതും നമ്മൾ കണ്ടേക്കാം. പക്ഷെ ആ സമയത്തൊക്കെ അല്ലാഹു തആല എന്ത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകർ എന്ത് പറഞ്ഞു, ആ പ്രവാചകരെ കേട്ട സ്വഹാബത്തി എന്ത് പറഞ്ഞു, സ്വഹാബത്തിനെ കേട്ട താബീങ്ങൾ എന്ത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ എന്ത് പറഞ്ഞു, അത് നമ്മൾ മുറുകെ പിടിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ.
ആ പരമ്പര നമ്മൾ മുറുകെ പിടിക്കുക. നഊദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ യഥാർത്ഥ വഴിയിൽ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, വഅതസിമു, നിങ്ങൾ പിടിച്ചു തൂങ്ങണം എന്നാ പറഞ്ഞത്. ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹുവിൻ്റെ കയർ, അള്ളാഹുവിൻ്റെ ആ ഒരു പാശം എന്ന് പറഞ്ഞാൽ, ആ കയറ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയാണ്. ഏതാണ് ആ വഴി? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. ആ സ്വാലിഹീങ്ങളാകുന്ന ആളുകൾ കാണിച്ചു തന്ന ആ പാതയിൽ നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. നമ്മളെ ഹൃദയത്തിന് കുളിരേകുന്ന, കണ്ണിന് ആനന്ദം നൽകുന്ന പല പ്രസംഗങ്ങളും നമ്മൾ കേട്ടേക്കാം. പല പ്രചാരകരും വന്നേക്കാം. പല ആളുകളും പല ആൾ രൂപത്തിൽ, ആൾ ദൈവങ്ങളായി നമ്മുടെ സമൂഹത്തിൽ വന്നേക്കാം. നമ്മളൊക്കെ ജാഗ്രതയോടുകൂടെ ഇരിക്കുക. നമ്മുടെ ഈമാൻ നമ്മൾ സംരക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.